ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 30 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പം നമ്മളിതാ ലാസ്റ്റ് ഡേയിലാണ്. അപ്പം ഇന്നും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടാമെന്നുള്ളത്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു റെഡ്ബിയുടെ. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഡ്രസ്സൊക്കെ ഇട്ട് കോട്ട് സെറ്റും അങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ അവിടെ നിന്ന് കണ്ണൂർ കോക്ടെയിലൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു, ചോറൊക്കെ കഴിച്ചു. രോഹിത്തും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അമ്മൂമ്മ എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ശംഖുമുഖത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ റെഡിയാവാൻ പോയി. എന്നിട്ട് ആദ്യം ഈ ഡ്രസ്സിന് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ഷോർട്സും എന്തായാലും ബീച്ചിൽ ഇറങ്ങുമല്ലേ എന്ന് വെച്ചാൽ ഷോർട്സും ഒരു ടോപ്പൊക്കെ എടുത്തിട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടായിട്ട് ഇറങ്ങി. അപ്പം ഡോൺ ചേച്ചി പുറത്ത് പോയിട്ട് വന്നപ്പം ഡോൺ ചേച്ചി പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം കുറേ സ്നാക്സൊക്കെ കൊണ്ടുവരും. ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ടായിരുന്നു. ആ പാത്രം നിറയെ സ്നാക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ശംഖുമുഖം പോയി. അപ്പോൾ അവർ കാറിലും ഞാനും റാൽഫും കൂടെ സ്കൂട്ടറിലായിരുന്നു പോയത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചു. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ മറ്റേ നേവിയുടെ ഓപ്പറേഷൻ ഡെമോയുടെ സ്റ്റേജൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി ഞങ്ങൾ പോകാൻ സമ്മതിച്ചില്ല. പിന്നെ ഗെയിമൊക്കെ കളിക്കുന്ന അവിടെ കൂടെ കറങ്ങിയൊക്കെയായിരുന്നു ഞങ്ങൾ ബീച്ചിലിറങ്ങി. ബീച്ച് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ കൊച്ചു പിള്ളേർ വെള്ളം കാണുമ്പോഴത്തേക്ക് കളിക്കത്തില്ലേ, അതുപോലെയാണ് എനിക്ക്. പിന്നെ ഞാൻ ഡോൺ ചേച്ചി ആദ്യം ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ പിടിച്ചിറക്കി ഡോൺ ചേച്ചി രോഹത്തിനെയൊക്കെ ഇറക്കി. ഇതിന് ശരിക്കും ബെസ്റ്റ് കാർത്തിച്ചി കേട്ടോ. ചേച്ചി വന്നു കഴിഞ്ഞാൽ ചേച്ചി ഞാനിവിടെ കുറേ നേരം വെള്ളത്തിൽ കളിക്കും. എൻ്റെ കൂടെ കളിക്കാൻ ഇറങ്ങുന്ന ആളാണ് കാത്തു ചേച്ചി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നേരെ വീടെത്തിയപ്പോഴത്തേക്കും കാർത്തിച്ചിയും അച്ചുക്കുട്ടനും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര്, അതായത് ചേച്ചിയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചീനെ വീഡിയോയിലൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എന്തായാലും അവർ വന്നുകൊണ്ട് അവരെ ഇൻക്ലൂഡ് ആക്കി. അവനിങ്ങനെ ഒളിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ, അമ്മയും റാൽഫും വന്നില്ല, ബാക്കി എല്ലാവരും കൂടെ, അമ്മൂമ്മ നോർമലി അങ്ങനെ പുറത്ത് പോകാറില്ല, ബാക്കി എല്ലാവരും കൂടെ പിച്ചിപ്പൂ പൊറോട്ട കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പിച്ചിപ്പൂ പൊറോട്ടയും ബീഫും ചിക്കനും പിന്നെ എന്തുവായിരുന്നു, ഓംലെറ്റ്, സിംഗിൾ ഓംലെറ്റും ഡബിൾ ഓംലെറ്റും, പിന്നെ അവരിന്ന് ചുക്ക് കാപ്പിയും തരുവേ. അപ്പോൾ അതൊക്കെ കുടിച്ച് നേരെ മാനവീയം വേദി വഴി തിരിച്ച് വീടെത്തി അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ഇതാ കംപ്ലീറ്റ് ആക്കി. നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ വേറൊരു ചലഞ്ചുമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.